കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഞാനും തണുപ്പിൻ്റെ അസ്വസ്ഥതകൾ ശാരീരികമായിട്ട് ഭാരപ്പെടുന്നുണ്ട്. ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഉൽപ്പത്തി പുസ്തകമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം നോഹയുടെ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ നോഹയുടെ തലമുറകളെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ചിന്തിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു മറച്ചു വെച്ചതുകൊണ്ട് ലഭിച്ച അനുഗ്രഹം, മറ്റൊരാളുടെ നഗ്നത തുറന്നു കാട്ടിയതുകൊണ്ട് ലഭിച്ച ശാപം എന്നൊക്കെ നമ്മൾ പഠിക്കുവാനിടയായിത്തീർന്നു. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റുള്ളവരുടെ ബലഹീനതകൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മറ്റുള്ളവർക്ക് തുറന്നു കാട്ടാതെ അവരോട് കൂടെ നിന്ന് അവരെ സഹായിക്കുന്നവരായി തീർന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്ന് നമ്മൾ കാണുവാൻ വേണ്ടി ഇടയായിത്തീർന്നു. തുടർന്ന് നോഹയുടെ പരമ്പരകളെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 10-ാം അധ്യായത്തിൽ വരുമ്പോൾ നോഹയുടെ 3 പുത്രന്മാരെ പറ്റി അവിടെ പറയുന്നു: ഷേം, ഹാം, ജാഫേത്ത്. നമുക്കറിയാം, ഷേമാണ് മൂത്ത മകൻ, ഹാമാണ് തൻ്റെ പിതാവിൻ്റെ നഗ്നത തുറന്നു കാണിച്ച വ്യക്തി അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞ വ്യക്തി. അത് ഷേമും ജാഫേത്തും അത് കവർ ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. എന്നാൽ ഹാമിൻ്റെ പുത്രനായ ഒരു വ്യക്തിയെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട്. ആദാം മുതൽ 13-ാമനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യത്തിലാണ്. ഇപ്രകാരം പറയുന്നു: കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടു വീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടു വീരൻ എന്ന് പഴഞ്ചൊല്ലായി. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ഷീനാർ ദേശത്ത്. ബാബേൽ, ഏറെക്, അഖാദ്, കൽനെ എന്നിവയായിരുന്നു. കണ്ടോ, ഇവിടെ ഒരു മനുഷ്യനെ പറ്റി പറയുകയാണ്. അദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ ഹാമിൻ്റെ സന്തതിയായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തെ പറ്റി പറഞ്ഞു വരുന്നത് തന്നെ ഇപ്രകാരമാണ്: നായാട്ടുവീരൻ, ബലശാലിയായ, തന്ത്രശാലിയായ, യുദ്ധങ്ങളൊക്കെ ജയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി. ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഓർക്കണം. ഈ വ്യക്തിയുടെ സ്ഥലത്തെപ്പറ്റി നമ്മൾ ഓർക്കണം. ഈ സ്ഥലത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട്. ഷീനാർ ദേശം. ഇനിയും ബൈബിളിലെ സംഭവ വികാസങ്ങളൊക്കെ ഈ സ്ഥലത്തെ ചുറ്റിപ്പറ്റിയാണ്. ഈ ഷീനാർ ദേശം എന്ന് പറയുന്ന സ്ഥലം പിന്നീടത് ബാബേലെന്നും ബാബിലോണെന്നും ഒക്കെ അറിയപ്പെട്ടൊരു ദേശം. ഇപ്പോഴത് പറയപ്പെടുന്നത് ആധുനിക ഇറാനാണെന്ന് പറയപ്പെടുന്നു. ഇറാൻ, ഇറാഖ്, ആ ദേശങ്ങളൊക്കെയാണെന്ന് പറയപ്പെടുന്നു. ആ ദേശത്തെ ചുറ്റിപ്പറ്റിയാണ് ഇനിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എപ്പോഴും ദൈവഭക്തന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ, വിശ്വാസികൾക്കെതിരെയൊക്കെ ഉയർന്നു വരുന്ന ഒരു പ്രതിബന്ധം അല്ലെങ്കിൽ ഒരു പ്രതികൂലം ഈ സ്ഥലത്തു നിന്നുണ്ട്. അതിനാദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നിന്ന് ഊരിത്തിരിഞ്ഞു വന്ന അല്ലെങ്കിൽ ഉടലെടുത്ത ഒരു സംഭവവികാസമാണ്. അതെന്താണെന്ന് അറിയെങ്കിൽ 11-ാം അധ്യായത്തിലേക്ക് വരണം. 11-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കും ആയിരുന്നു. എന്നാൽ അവർക്ക് അത് അത്ര ഒന്നാമത്തേത്. 1-2 വാക്യം. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. ഷിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. കണ്ടോ? അപ്പൊ ഈ നിമ്രോദിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ നിമ്രോദിന്റെ കാര്യം എന്തുവാണ്? ആരാണ് അവിടുത്തെ നേതാവ്? നിമ്രോദ് എന്നൊക്കെ വേണേൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഹാമിന്റെ തലമുറകൾക്കാർ. പക്ഷെ ദൈവം ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാം. അവിടെ ഇപ്രകാരം പറയുന്നു: ദൈവം അവൻ്റെ പുത്രന്മാരെ അനുഗ്രഹിച്ച് അവരോട് അരുളിച്ചു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിലൊക്കെ എന്ത് ചെയ്യണം? പെരുകണം. ഭൂമിയിലൊക്കെ നിറവിൻ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചയച്ചൊരു ജനം. പക്ഷെ ഇപ്പോൾ അവരെവിടെ കൂടിയിരിക്കുകയാണ്?
ശിനാർ ദേശത്ത്. ഷീനാർ ദേശത്ത് കൂടിയിരിക്കെ. ആരൊക്കെ? ഹാം. ദൈവത്തിൻ്റെ അഭിഷക്തനായ അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ നടന്ന വ്യക്തിയുടെ കൊച്ചുമക്കൾ. ദൈവത്തിന് പ്രിഫറൻസ് കൊടുത്ത് പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ യാഗം കഴിച്ച് ദൈവമായിട്ട് നിയമം ചെയ്ത, അല്ലെങ്കിൽ ദൈവം നിയമം കൊടുത്ത ഒരു വ്യക്തിയുടെ കൊച്ചുമക്കളുടെ കാര്യമാണ് പറയുന്നത്. ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക, നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി പെറ്റു പെരുകി നിറവാൻ ദൈവം പറഞ്ഞു. എന്നിട്ട് ദൈവം പറഞ്ഞു, നിങ്ങളോടുള്ള പേടിയും നടുക്കും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും എല്ലാത്തിനും ദൈവം അനുഗ്രഹിച്ചവരെ പറഞ്ഞു വിട്ടതാണ്. പക്ഷെ ഇപ്പോൾ അവർ കണ്ടോ, അവരെന്തോ ചെയ്യുന്നത്? അവർ ഷീനാർ ദേശം എന്ന് പറയുന്ന ദേശത്ത് വന്നിട്ട് ഒന്ന് ഒരുമിച്ച് കൂടിയിരിക്കുക. ഈ ഒരുമിച്ച് കൂടിയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നറിയാം? അത് 3-ാം വാക്യം വായിച്ചാട്ടാ. 11:3. അതെ അതെ. അവർ തമ്മിൽ, വരുവിൻ, നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മതി, കണ്ടോ? അപ്പൊ ദൈവം ഇവരോട് പറഞ്ഞ കാര്യം എന്തോ? ഇവരോട് പറഞ്ഞത്, നിങ്ങളെല്ലായിടത്തും പോയി എൻ്റെ കൽപ്പന അനുസരിച്ച് ഈ ഭൂമിയിലൊക്കെ സ്പ്രെഡാകുക, ചിതറിപ്പോവുക. പക്ഷെ ഇവിടെ ഒരു കൂട്ടം അവർ വന്നിട്ട് പറയണം, വരിക. എന്തിനു വേണ്ടിയാണ് കൂടി വരേണ്ടത്? നാം പട്ടണം ഭൂതലത്തിൽ ചിതറിപ്പോകാതിരിക്കേണ്ടതിന്. ദൈവം പറഞ്ഞു, നിങ്ങൾ ഭൂതലത്തിൽ ചിതറിപ്പോവും. പക്ഷെ മനുഷ്യനിപ്പോൾ തീരുമാനിച്ചിരിക്കുക. എന്തുകൊണ്ട്? അവർ പറയണം, നമുക്ക് ചിതറിപ്പോകണ്ടെന്നേ, നമുക്ക് പോകണ്ട. കണ്ടോ, ദൈവം പറഞ്ഞ വാക്കുകൾക്ക് എതിരായിട്ട് കൂട്ടം കൂടുന്ന ഒരു കൂട്ടർ. ഇവരാരാണെന്നറിയാമോ? ഭൂമിയിൽ ദൈവം വീണ്ടെടുത്ത് വിടുവിച്ച നോഹയുടെ 3-ാം തലമുറക്കാർ. അവർ പറയുകയാണ്, നമുക്കെന്ത് ചെയ്യാം? നമുക്ക് ചിതറിപ്പോകണ്ട, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് നിൽക്കാം. നമ്മളിപ്പോൾ വായിച്ചത് 4-ാമത്തെ വാക്യമാണല്ലോ. എന്നിട്ട് 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. കണ്ടോ, ദൈവം കാണാൻ ഇറങ്ങി വരുന്ന ഒരു ഗോപുരം. ഇതിൽ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇവരുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. 4-ാമത്തെ വാക്കിൽ പറയുന്നത്, ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണം ഉണ്ടാക്കണം. ഈ നമ്മുടെ ഇപ്പോൾ ലോകത്തിലുള്ളതിൽ ഏറ്റവും വലിയ കെട്ടിടം എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? ദുബായിലുള്ള ബുർജ് ഖലീഫ അല്ലേ? അത് ഏകദേശം 900 മീറ്റേഴ്സാണ് എന്നാണ് പറയുന്നത്. 1 കിലോമീറ്റർ അല്ല, 1 കിലോമീറ്ററിൻ്റെയൊക്കെ അടുത്ത് വരും. 1 കിലോമീറ്റർ എന്നൊക്കെ വേണേൽ നമുക്ക് കൂട്ടാം, എങ്കിലും ഏകദേശമൊക്കെ. അത് ആകാശം മുട്ടയൊന്നും എത്തിയിട്ടില്ല. അന്ന് ഒരു ടെക്നോളജി ഇല്ലാത്ത സമയത്ത് ഇവർ പറയാണ്, നമുക്ക് ആകാശം മുട്ടയുള്ളവരണം പണിയണം. എന്നിട്ട് അവരതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. എന്താ അവർ ചെയ്തത്? അവർ ഇഷ്ടികയും കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. അതിന് ഓൾറെഡി പണി തുടങ്ങി. പണ്ഡിതന്മാർ പറയുന്നത്, ഇവർ ഈ ആകാശമുട്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇവരുടെ അപ്പൂപ്പന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം ഭൂമിയെ വെള്ളപ്പൊക്കം മൂലം എന്തോ ചെയ്തു? നശിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു വെള്ളപ്പൊക്കം വന്നാൽ ഞങ്ങൾ എന്തോ ചെയ്യരുത്? മുങ്ങിപ്പോരുത്. കണ്ടോ, മനുഷ്യൻ ദൈവമായിട്ട് കടപിടിക്കാൻ വരുന്ന കാര്യം കണ്ടോ? അവൻ്റെ ഉള്ളിൽ ദൈവം കഴിവുകൾ നൽകിയപ്പോൾ, ദൈവം അവസരങ്ങൾ നൽകിയപ്പോൾ, ദൈവം അവന് വേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തപ്പോൾ, ദൈവത്തിനെതിരെ, ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരെ നിൽക്കുന്ന വ്യക്തിജീവിതങ്ങളെ കണ്ടോ?
നമ്മളും പലപ്പോഴും അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ പോലും ഞാനിങ്ങനൊരു ഒരു പാസ്റ്റർ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുന്നു. ഒരു വിശ്വാസിയുണ്ട്, അദ്ദേഹം എപ്പോഴും വന്നിട്ട് പറയും, പാസ്റ്ററെ, എൻ്റെ വണ്ടി തീരെ ചെറിയ വണ്ടിയാണ്, കൊച്ചു വണ്ടിയാണ്. ഒരു വലിയ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് പേരെയും കൂടെ ഒക്കെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരായിരുന്നു. നമ്മുടെ ആ ഏരിയയിൽ നിന്നൊക്കെ എന്തോരം പേരാ പാസ്റ്റർ വരുന്നത്. പാസ്റ്റർ അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പം ഈ മനുഷ്യൻ്റെ നല്ല ആഗ്രഹം ദൈവം മാനിക്കേണ്ടതിന് വേണ്ടി പാസ്റ്റർ ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ നன்றേ അച്ചായന് വണ്ടി കിട്ടി. വണ്ടി കിട്ടി, ഭയങ്കര സന്തോഷമായി. പാസ്റ്റർ വിളിച്ചു, പാസ്റ്ററെ പുതിയ വണ്ടി കിട്ടി, പ്രാർത്ഥിച്ചതിന് നന്ദി. എല്ലാവർക്കും ചർച്ചിൽ കൊണ്ടുവന്നു, എല്ലാവർക്കും ലഡുവൊക്കെ കൊടുത്തു, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അടുത്ത ഞായറാഴ്ച കഴിഞ്ഞ് പാസ്റ്റർ വിളിച്ചു, അച്ഛാ ഇന്ന് കണ്ടില്ലല്ലോ, എവിടെ പോയി? അപ്പോഴച്ഛൻ പറഞ്ഞ്, പാസ്റ്ററെ കുറേ നാളായിട്ട് ആഗ്രഹമായിരുന്നു ഊട്ടി വരെ ഒന്ന് പോകണമെന്ന്. അപ്പോൾ ഒരു ലോങ് വീക്കെൻഡ്, വെള്ളി ശനി ഞായർ അവധി കിട്ടിയപ്പം നേരെ എങ്ങോട്ട് വെച്ച് പിടിച്ചു? ഊട്ടി കൊടൈക്കനാൽ വഴിയൊക്കെ ഒന്ന് പിടിച്ചു എന്ന്. നമ്മളും പലപ്പോഴും അത് കൂട്ടാം. ചെറിയ കാര്യത്തിൽ അല്പത്തിൽ വിശ്വസ്തനായിരുന്ന നിന്നെ അധികത്തിൽ കാര്യവിചാരകനാക്കുമെന്ന് ദൈവം പറഞ്ഞു. ദൈവീക സാന്നിധ്യം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പഴയ നിയമത്തിൽ ദൈവീക സാന്നിധ്യം എന്നും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്നൊക്കെ നമുക്ക് പറയാം. അത് ഞാൻ കുറേ നാളുകളായിട്ട്, കുറേ ദിവസങ്ങളായിട്ട് ദൈവീക സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചും പഠിച്ചും ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഹല്ലേലൂയ, എന്നെ ഭയങ്കരമായിട്ട് കുളിര് കൊള്ളിക്കുന്ന, എന്നെ ഭയങ്കരമായിട്ട് കൊതിപ്പിക്കുന്ന ഒന്നാണ് ദൈവിക സാന്നിധ്യം. നമ്മളത് പഠിക്കണം. അത് ഉൽപ്പത്തി പുസ്തകം തൊട്ടാണ് അത് തുടങ്ങുന്ന ദൈവിക സാന്നിധ്യം എന്നുള്ള കാര്യം. ഹല്ലേലൂയ. ആ ദൈവിക സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത ഒന്ന്, ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ദൈവത്തെ അനുസരിക്കണം. റെക്കഗ്നൈസ് ചെയ്യണം, തിരിച്ചറിയണം. ദൈവിക സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ടെന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഫോർ എക്സാമ്പിൾ, എന്നോടുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ചെയ്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്നെ വിട്ടുപോകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ വിട്ടുപോകും, ഉറപ്പായിട്ടും. ഇവിടെ കണ്ടോ, ദൈവം അവർക്ക് കഴിവ് കൊടുത്തു. ഈ നിമ്രോദ് എന്ന് പറയുന്ന വ്യക്തി ഷിനാറിൽ ഈ ഗായകനായിട്ട് അവിടെ എല്ലാവരുടെയും നേതാവായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് എല്ലാവരും കൂടെ കൂടി വന്നു. അവർ വന്നിട്ട് അടുത്ത് ചെയ്യുന്ന കാര്യം, ദൈവം പറഞ്ഞതിനും വിപരീതമായിട്ട് എല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് കൂടിയിരിക്കുക. അവർ പറയുകയാണ്, നമുക്കൊന്നും എങ്ങും ചിതറിപ്പോകണ്ട, നമുക്കിവിടെ ഇങ്ങനെ ഒരുമിച്ചങ്ങ് താമസിക്കാം. 4-ാം വാക്യം, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്നൊരു ഗോപുരവും പണിയുക. നമുക്കെന്തോ ഈ പേരുണ്ടാവും. ഈ വരുന്ന തലമുറകളൊക്കെ നമ്മളെ പറ്റി പറയും, എൻ്റെ അപ്പൂപ്പൻ ബിൽഡ് ചെയ്ത, എൻ്റെ അപ്പനും ഒരു കല്ലെടുത്ത് വെച്ചതാ ഇതിൻ്റെ അകത്ത് എന്നൊക്കെ എന്ത് ചെയ്യും, വരും തലമുറകൾ പറയും. അങ്ങനെ ഇവർ പണിയാൻ ആരംഭിച്ചു. അടുത്ത വാക്ക് പറയുന്നത്, 5-ാം വാക്യം പറയുന്നു, മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ നിങ്ങളവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ യഹോവ, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇത് അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നത് അവർക്ക് അസാധ്യമായി വരികയില്ല. കണ്ടോ, ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പം ഒരു കൂട്ടം ജനം ഒരുമിച്ച് എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങിയാലും അവർക്കത് എന്തു ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അസാധ്യമാകത്തില്ല. ഈ വാക്ക് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ കുറിച്ചിടണം.
ദൈവത്തിൻ്റെ വാക്കുകളാണ്, ദൈവം പറയുന്ന വാക്കുകളാണ്. ദൈവം പറയുകയാണ്, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. ഇത് അവർ ചെയ്യുവാൻ തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നത് അവർക്ക് അസാധ്യമായി അസാധ്യമാണ്. അതെ, വരികയില്ല, അസാധ്യമാണ്. വരത്തില്ല. ഈ വാക്കുകൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ചെറിയ കൺസേൺ, ഒരു പരിഭവം, അല്ലെങ്കിൽ എന്തു പറയുന്ന ഒരു പരാതിയൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ കഴിയും, അല്ലേ? ദൈവം പറയുകയാണ്, കണ്ടോ, ഇവന്മാരെല്ലാം ഇപ്പോൾ ഒന്നാ, ഇവന്മാരുടെ സംസാരമെല്ലാം ഒന്നാ, ഇവരുടെ എയിമെല്ലാം ഒന്നാ, ഇവർ ചെയ്യാൻ പോകുന്ന കാര്യം ഒന്നാ. ഇവരിങ്ങനെ നിന്നാൽ ഇവരുടെ മുമ്പിലുള്ള ഈ ടാർജറ്റ് ഇതെന്തോ ചെയ്യത്തില്ല, അസാധ്യമാകത്തില്ല, അസാധ്യമാകത്തില്ല. അങ്ങനെ ദൈവം പറയുകയാണ്, വരുവീൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളയുക എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ അവരെ അവിടെ ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവ്വഭൂമിയിലും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിയതിനാൽ അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു. കണ്ടോ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് ആര് ഇറങ്ങിയാലും ദൈവത്തിനൊരു ചെറിയ സംഭവം മതി, ഒന്ന് ഇറങ്ങി വന്നൊരു ചെറിയ കൺഫ്യൂഷൻ ഇട്ടാൽ മതി, ചെറിയൊരു കൺഫ്യൂഷൻ. അപ്പം ഇന്ന് എന്നെ കേൾക്കുന്നവർ ഇത് സീരിയസ് ആയിട്ട് എടുത്തൊന്ന് പ്രാർത്ഥിക്കണം. ഇതെന്നറിയോ, നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ഇനി നമുക്കൊന്ന് കടന്നു വരാം. ലെറ്റ് us go little പേഴ്സണലി. നമ്മുടെ കുടുംബജീവിതത്തിൽ എങ്ങനെ ഐക്യത ഉണ്ടോ? ഭർത്താവ് ചിലപ്പോൾ പറയും, ഇവളെ കെട്ടിയ അന്നോട്ട് ഞാൻ പറയാൻ തുടങ്ങിയതാ, എന്നോട്ട് അന്നോട്ട്. മലയാളമല്ലേ പറയുന്നത്, മനസ്സിലാവുന്നില്ലേ? പെണ്ണും പിള്ളയും ഇത് തന്നെ, ഭാര്യയും ഇത് തന്നെ പറയുന്നത്. ഈ പുള്ളിയോട് എത്ര നാളായിട്ട് ഞാൻ പറയാ, മനസ്സിലാവുന്നില്ല, മനസ്സിലാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഒരു വലിയൊരു ഗോപുരം പണിയാൻ ഭയങ്കര ഒരു സമഭൂമി കണ്ടുപിടിച്ച് വലിയതാ, ഒരു പട്ടണമാണ്. ചുമ്മാതെ നമ്മൾ കാണുന്ന ഒരു ക്ലോക്ക് ടവർ പോലുള്ള സംഭവമൊന്നുമല്ല. ഇത് കിലോമീറ്ററുകൾ ചിലപ്പം എടുത്തായിരിക്കും അവരന്ന് ഉദ്ദേശിച്ച് പണിയാനൊക്കെ. കാര്യം ആകാശം വരെ പൊങ്ങണമല്ലോ. എടുത്ത് പണി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ദൈവം ഇറങ്ങി ഒന്ന് കലക്കിയപ്പോഴത്തേന് മേളിൽ നിൽക്കുന്ന പുള്ളി പറയുന്ന, എടാ സിമെൻ്റ് എടുത്ത് താടാന്ന് പറയുമ്പോൾ ഇവൻ ഇവിടുന്ന് കട്ട എടുത്താൽ കൊടുക്കുന്നത്. പുള്ളിക്ക് ദേഷ്യം കയറി. പുള്ളി ആ കട്ട എടുത്ത് ഇവനിട്ട് ഒരേറ്. എത്ര പ്രാവശ്യം അവിടെ നിന്നോട് പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലടാ. തുടങ്ങി. അപ്പൊ താഴെ നിന്ന് പുള്ളി ചോദിച്ചേടാ, നീ എന്തിനാ എന്നെ കാര്യം പറഞ്ഞ പോരെ, നീ എന്തിനാ ഈ ദേഹോപദ്രവം ചെയ്യുന്നു, നീ എന്തിനാ ചൂടാന്ന്? ദൈവം കലക്കി, ദൈവം കലക്കി. ഷീനാർ ദേശത്ത് ദൈവത്തിനെതിരായി മനസ്സിൽ പല കണക്കുകൂട്ടലോടും കൂടെ തുടങ്ങിയ ഒരു ഗോപുരം അതിന്നില്ല കേട്ടോ, അതിന്നില്ല. അതിനെപ്പറ്റി പിന്നീട് പറയുന്നത് ഒരു ബാബേൽ. നമുക്കറിയാം, ബാബിലോൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരം ദൈവത്തിനെതിരെ, ദൈവഭക്തന്മാർക്കെതിരെ, ദൈവമക്കൾക്കെതിരെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന, എതിരെ നിൽക്കുന്ന ഒരു ദുഷ്ടശക്തിയുടെ ഉറവിടമായി മാറിയത് എന്താണെന്നറിയാമോ? ദൈവഹിതമില്ലാതെ ദൈവം തന്ന കഴിവുകൾ, അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി പ്രദർശിപ്പിക്കേണ്ട കഴിവുകൾ സ്വന്തം കാര്യത്തിനു വേണ്ടി, സ്വന്തം പേരിനു വേണ്ടി
സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തെ കൂടാതെ പലതും ചെയ്തതുകൊണ്ട് ദൈവം കലക്കിക്കളഞ്ഞ അവസ്ഥകൾ. മക്കളോട് പറഞ്ഞാൽ മക്കൾ പറയും, അപ്പാ എത്ര നാളായി ഞാൻ പറയുന്നത്. നമ്മൾ മക്കളോട് പറയും, നിന്നോടൊന്നും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല എന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്നില്ലെന്നേ. മനസ്സിലാകത്തില്ല. പറയുന്ന സെയിം ഭാഷയാ, പക്ഷെ കാര്യങ്ങളെന്തോ ഇതില്ല, മനസ്സിലാവുന്നില്ല. ഇന്ന് തൽക്കാലം അങ്ങനെ കലക്കത്തിൻ്റെ അവസ്ഥകൾ ജീവിതത്തിലുള്ളവർ ഈ സമയത്ത് ഒരു നിമിഷം കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിനോട് പറ, കർത്താവേ, അങ്ങിറങ്ങി വന്ന് കലക്കിയ ഒരു കലക്കം. അങ്ങനെയെങ്കിൽ ഇന്ന് തൽക്കാലം ഇത് അങ്ങേക്കൊണ്ട് മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് അങ്ങേക്കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. കഴിഞ്ഞ നാളുകളിൽ കർത്താവെ, ഹാലലൂയ, എൻ്റെ ചിന്തകൾ കൊണ്ട്, വിചാരങ്ങൾ കൊണ്ട്, വികാരങ്ങൾ കൊണ്ട് കർത്താവെ അങ്ങേ ദുഃഖിപ്പിച്ചത് അങ്ങ് തന്ന പല കഴിവുകളും ഉണ്ടായിരുന്നു. അങ്ങ് പറഞ്ഞ വാക്തത്വങ്ങൾക്കൊക്കെ വിപരീതമായിട്ട് നിന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയുള്ള അവസ്ഥകൾ വന്നു. ഇന്ന് തൽക്കാലം അങ്ങയുടെ വഴി ഞങ്ങളെ ഒന്ന് അറിയിക്കണം. ഉടരബരികനവന ഹതുനഗരെ ഹസ്തുകരം പൗഡൽ ഖനകാരികന ഉടവാരിനെ പൗഡേരീകന രാജകര ഉടകരംദനരകനം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ദൈവത്തിൻ്റെ അഭിഷക്തനായ മോശ ഒരിക്കൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, കർത്താവേ, നിന്റെ വഴി എന്ത് വേണം. 33:13 ദയവായി ഒന്നെടുത്ത് വായിക്കാം. പുറപ്പാട് പുസ്തകം 33 അധ്യായം 13 വാക്യം. ഹല്ലേലൂയ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കാനേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകത്തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ആമേൻ. ജനം എന്ന് മതി മതി ഓർക്കണം. മതി. ഇവിടെ ഇതിൻ്റെ പിന്നിലുള്ള സാഹചര്യം, ജനം ദൈവമായിട്ട് റിബല്യസ് ആയി, കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ദൈവത്തോട് എതിർത്ത് നിൽക്കുമ്പോൾ ദൈവം പറയുക, ഞാനിനി നിങ്ങളുടെ കൂടെ വരത്തില്ല മോശെ, ഞാൻ എൻ്റെ ഒരു ദൂതനെ അയക്കും. കേട്ടുടനെ ഇദ്ദേഹം പ്രാർത്ഥിക്കുക, എന്താണെന്നറിയോ, ദൈവമേ, നിന്റെ വഴി എന്നെ എന്ത് ചെയ്യണം, അറിയിക്കാൻ. ഹല്ലേലൂയ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ദൈവമേ, വേറെ ഒന്നും അറിഞ്ഞില്ലല്ലോ, നിന്റെ വഴി എന്നെ ഒന്ന് എന്ത് ചെയ്യണം, അറിയിക്കണം. അടുത്ത വാക്ക് പറയുന്ന കേട്ടോ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്നെ എന്ത് ചെയ്യണം. ഒന്ന് വായിച്ചേ ടിമി ബ്രദർ. നിനക്ക് എന്നോട് കൃപയുണ്ടാകത്തക്കവണ്ണം ഞാൻ നിന്നെ അറിയിക്കുമാറാകട്ടെ. അറിയുമാറാകട്ടെ. കണ്ടോ? അപ്പൊ ദൈവത്തെ അറിയണമെങ്കിൽ എന്തോ വേണം? കൃപയുണ്ടാകത്തക്കവണ്ണം നമുക്ക് കൃപയുണ്ടാവണം. കൃപ വേണം. അപ്പൊ നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്ന കൃപ എന്തിനാ? കർത്താവേ, കൃപയുണ്ടെങ്കിൽ ഈ രോഗം, കർത്താവേ, കൃപയുണ്ടെങ്കിൽ ഈ സാമ്പത്തിക ബുദ്ധിമുട്ട്, കർത്താവേ, കൃപ തോന്നി എനിക്ക് അനുഗ്രഹം തന്നെ. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ കൃപയുടെ ആഴവും വ്യാപ്തിയൊക്കെ മനസ്സിലാക്കിയ മനുഷ്യൻ പറയുക, കൃപയുണ്ടെങ്കിൽ നിന്നെ ഞാനൊന്ന് അറിയട്ടെ കർത്താവേ, നിന്നെ ഞാനൊന്ന് അറിയട്ടെ കർത്താവേ, നിന്നെ ഞാനൊന്ന് അറിയട്ടെ കർത്താവേ, നിന്നെ ഞാനൊന്ന് അറിയട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ദൈവഭക്തനായ മനുഷ്യൻ പറയാം, ഓ എന്നാ ഇത് ഞാൻ പിന്നീട് ഒരിക്കൽ ദൈവസാന്നിധ്യത്തെ പറ്റി പറയുമ്പം, അല്ലെങ്കിൽ എപ്പോഴേലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചതാണ്. എന്നെ വളരെയേറെ സ്പർശിച്ചൊരു കാര്യം, സ്പർശിച്ചൊരു വാക്യം. ഏകദേശം എത്ര പറയുന്ന ലക്ഷങ്ങളോളം ആൾക്കാരെ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, ദൈവം കൂടുണ്ട്, ദൈവം വഴി നടത്താമെന്ന് പറഞ്ഞ മനുഷ്യൻ പറയാ, ദൈവമേ, നിനക്ക് എന്നോടൊന്ന് കൃപ തോന്നണമേ, എനിക്ക് നിന്നെ ഒന്ന് അറിയണം, എനിക്ക് നിന്നെ ഒന്ന് അറിയണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പം നമ്മുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്കോ ഒക്കെ നമ്മളെ അറിയാമെങ്കിൽ
നമ്മുടെ ഇഷ്ടമാണ് ചെയ്യുന്നെങ്കിൽ എന്തോരം സന്തോഷം നമുക്കുണ്ടാവും. എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം പറയുക, കർത്താവേ, എനിക്ക് നിന്നെ അറിയാൻ കഴിഞ്ഞാൽ നിന്റെ ഇതപ്രകാരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ പറ്റും. ദൈവം മോശയ്ക്ക് വഴി കാണിച്ചു കൊടുത്തോ? കൊടുത്തു. 103 സങ്കീർത്തനം 7 വാക്യം ഇപ്രകാരം പറയുന്നത്. ഒന്ന് വായിക്കാമോ? അവൻ തൻ്റെ വഴി മോശയെ തന്റെ പ്രവർത്തന ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. കണ്ടോ? കണ്ടോ? അപ്പൊ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വഴി അറിയാത്ത ആരുടെ കുഴപ്പമാണ്? നമ്മുടെ കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതലൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? കർത്താവെ, ഞാൻ പണിയുന്നത്, ഞാൻ ചെയ്യുന്നത്, ഞാൻ ആയിരിക്കുന്നത് നിന്റെ ഹിതപ്രകാരമാട്ടെ, നിന്റെ ഹിതപ്രകാരമാട്ടെ. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിന്റെ ഹിതപ്രകാരമല്ല പണിയുന്നതെങ്കിൽ, ദൈവത്തിന്റെ ഹിതപ്രകാരമല്ല ചെയ്യുന്നതെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച് വേറെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ദൈവാത്മാവ് ഈ വാക്കുകളൊക്കെ തരുന്നത് കൊണ്ട് ഹല്ലേലൂയ ഞാനങ്ങ് പറയുക. ആമേൻ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവിക സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുക. ഉടര പരിഗണപന ഹതുനകരാസ്തകരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 127 സങ്കീർത്തനം നമുക്കെല്ലാം അറിയാവുന്ന സങ്കീർത്തനം. അവിടെ പറഞ്ഞു തുടങ്ങുന്ന ഇപ്രകാരം തന്നെ: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കും. അധ്വാനിക്കും. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു വീടെന്ന് പറഞ്ഞത് ഒരു ബിൽഡിങ്ങിനെ പറ്റിയല്ല കേട്ടോ. ബിൽഡിങ്ങിനേക്കാൾ ഉപരി അതിൻ്റെ അകത്തുള്ള ബന്ധങ്ങളെ പറ്റിയാണ്. ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ. യഹോവ പണിയുന്നില്ലെങ്കിൽ വെറുതെയാണ്, വെറുതെയാണ്. ഒരുമിച്ച് ജീവിക്കാന്നൊക്കെ ഉള്ളൂ. പേരിന് പറയാൻ ഭർത്താവാ, പേരിന് പറയാൻ ഭാര്യയാണ്. കുടുംബ ഫോട്ടോയ്ക്കകത്തൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കാൻ കൊള്ളാം. യഹോവ കാക്കുന്നില്ലെങ്കിൽ. അതിനുശേഷം രണ്ടാമത്തെ വാക്യം ഇപ്രകാരമോ പറയുന്നത്: നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ആമേൻ. വ്യർത്ഥമാണ്, വ്യർത്ഥം, ചുമ്മാതാണെന്ന്. രാവിലെ എണ്ണീറ്റ് ജോലിക്ക് പോകുന്നതും ഭയങ്കര കഠിന പ്രയത്നമൊക്കെ ചെയ്യുന്നതും എന്തുവാ? ദൈവം കൂടിയില്ലെങ്കിൽ, ദൈവിക സാന്നിധ്യത്തിലല്ലെങ്കിൽ, ദൈവമല്ല നമ്മളോട് കൂടെ ഇത് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ, ദൈവിക സാന്നിധ്യം നമ്മളോട് കൂടെ ഇല്ലെങ്കിൽ വ്യർത്ഥം. എത്ര രാവിലെ എണ്ണീറ്റാലും, എത്ര താമസിച്ച് കിടക്കാൻ പോയാലും, പിന്നെ ചുമ്മാതെ പറയാന്നേ ഉള്ളൂ, രാവിലെ തൊട്ട് തുടങ്ങിയതാ എന്ന് പറയാൻ പറ്റത്തേ ഉള്ളൂ. കുറ്റം പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. കണ്ടോ? എന്നിട്ട് പറയാണ്, തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ളൊരു കാര്യം, ദൈവം എങ്ങനെ ഉറക്കത്തിൽ ഈ കാര്യമൊക്കെ കൊടുക്കുന്നു? ഉറക്കത്തിൽ എങ്ങനെ ഇതൊക്കെ കൊടുക്കുന്നു? നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ലഭിക്കുന്നു, നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക്. ഒന്നാലോചിച്ച് ചോദിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങള് ഈ ടൂത്ത് ഫെറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതൊരു മിത്താണ്, ഇല്ലാക്കഥയാണ്. കുഞ്ഞുങ്ങളുടെ പല്ല് അവരോട് പറയും, നിങ്ങൾ തന്നെ ഈ പല്ല് പറിച്ചാൽ. ടൂത്ത് ഫെറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതൊരു കൊച്ചു മാലാഖയുണ്ട്. ഈ കൊച്ചു മാലാഖ നിങ്ങൾക്ക് എന്തോ ചെയ്യും? രാവിലെ എണ്ണീറ്റ് വരുമ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊണ്ട് വെച്ചേക്കും. അതെന്താണെന്നറിയോ? ചില പിള്ളേരെ പല്ല് പറിക്കാൻ സമ്മതിക്കത്തില്ല, ഭയങ്കര പേടിയാണ്, തൊടാൻ സമ്മതിക്കത്തില്ല. അപ്പം ഈ പിള്ളേരെ പല്ല് പറിപ്പിക്കാൻ വേണ്ടി ഏതോ ബുദ്ധിമാനായ അപ്പച്ചനും അമ്മച്ചിയൊക്കെ കണ്ടുപിടിച്ചതാണ്. അപ്പം നമ്മുടെ കുഞ്ഞവനാണെങ്കിൽ എല്ലാ പല്ലും ഇടയ്ക്കിടയ്ക്ക് ആട്ടി നോക്കും, ഏതെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ, കാര്യം ഒരു ഗിഫ്റ്റ് കിട്ടും. പുള്ളിക്ക് വേറൊന്നും വേണ്ട, പുള്ളിക്ക് ഒരു കിൻഡർ ജോയ് ഒക്കെ കിട്ടിയാൽ മതി. അപ്പം ഇവനിങ്ങനെ സ്വന്തമായിട്ട് പല്ല് പറിക്കുന്നതുകൊണ്ട് ഞാനും എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും.
അല്ല, ഇങ്ങനെ കൊണ്ട വെക്കത്തില്ല, എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. പക്ഷെ മറ്റു പലരും ചെയ്യുന്ന എന്താണെന്നറിയോ? ഇങ്ങനെ വെക്കും എന്ന് പറയുന്നത് പോലെ അവരിങ്ങനെ സ്വപ്നം കാണും. ഓഹ്, എനിക്ക് നാളെ രാവിലെ എന്ത് ചെയ്യും, എന്തെങ്കിലും കിട്ടും എന്ന് പറയുന്നത് പോലെ. അതെ, അതുപോലെ ശരി. തന്നെയാണ് സാന്താക്ലോസ് എന്ന് പറയുന്നത്. അതൊക്കെ ദൈവികമല്ല, നമുക്കറിയാം. സാന്താക്ലോസ് വന്നിട്ട് വീട്ടിലെ ഈ ട്രീക്കകത്ത് എന്തോ ചെയ്യും, ഗിഫ്റ്റ് ട്രീയുടെ മുമ്പിൽ കൊണ്ടുവെക്കും എന്നൊക്കെ ഉള്ളതാണ് യൂറോപ്പിലുള്ള ആൾക്കാർ, കൊച്ചു പിള്ളേരുടെയൊക്കെ വിശ്വാസം. ഇതാരാ കൊണ്ടുവെക്കുന്നത്? സാന്താക്ലോസ് ഒന്നും അല്ല. അപ്പനും അമ്മയും പിള്ളേർക്കുള്ള കാര്യമൊക്കെ മേടിച്ച് റാപ്പ് ചെയ്ത് വെക്കും. പിള്ളേർ രാവിലെ എണ്ണീറ്റിലും ഭയങ്കര സന്തോഷം, എന്തെന്നില്ലാത്ത സന്തോഷം എന്ന് പറയുന്നത് പോലെ ദൈവം നമുക്ക് തരും. ആ, ശരി, ശരി. ദൈവം നമുക്ക് തരും. ദൈവം നമുക്ക് തരും. ഓ, ദൈവം തരും. ഉറക്കത്തെ ദൈവം തരും. ആമേൻ, ആമേൻ. സ്തോത്രം. വിചാരിക്കാതിരിക്കുന്ന സമയത്ത് ദൈവം തരും. ആമേൻ, ആമേൻ. പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ദൈവം തരും. കാലം. അതിന് രാവിലെ എണ്ണീറ്റ് അധ്വാനിക്കണമെന്നോ അധ്വാനിക്കരുതെന്നല്ല, നന്നാ താമസിച്ച് കിടക്കാൻ പോകണമെന്നോ ഒന്നൊന്നുമില്ല. നമ്മൾ ദൈവത്തിൻ്റെ വഴിയാണെങ്കിൽ ദൈവം തൻ്റെ Yes. ദൈവം തൻ്റെ ദൂതന്മാരോട് നമ്മളോട് Amen. Amen. അല്ലെങ്കിൽ ആമേൻ. 2024 എനിക്ക് കിട്ടിയൊരു ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം നിന്നെക്കുറിച്ച്, ഞാൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അണ്ടിൽ ഹല്ലേലൂയ. ടുഡേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ദൈവം വഴികൾ, വാതിലുകളൊക്കെ മറ്റു പലരിലൂടെ ഇങ്ങനെ തുറന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ദൈവിക സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമുള്ള കർത്താവേ, നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം, നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം. അതിലൊരു വാക്യമാണ്, അതിൻ്റെ ആദ്യത്തെ പടിയാണ്. ദൈവ സാന്നിധ്യം കൂടെ പോരണമെങ്കിൽ ഒന്ന്, ദൈവത്തിൻ്റെ വഴി നമ്മൾ അറിയണം. അല്ലാതെ തോന്നിയിടത്തൂടെ നടന്നിട്ട് കർത്താവെ നീ ഇതുവഴി വരണേന്ന് പറഞ്ഞാൽ നമ്മളതുവഴി നടക്കും, കർത്താവ് അപ്പുറത്തൂടെ നടക്കും. ആമേൻ, ശരി, രണ്ടാമത്തെ ശരി. കാര്യം, അദ്ദേഹം പ്രാർത്ഥിച്ചു തുടങ്ങിയത് ഞാൻ നിന്നെ ഒന്ന് അറിയട്ടെ, ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയാമെങ്കിൽ, പണ്ട് ഞാനിങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. രണ്ട് സ്റ്റുഡൻസ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മറ്റേ ഫൈനൽ എക്സാമാണ്. അപ്പം ഒരുത്തൻ കണക്കിൻ്റെ പരീക്ഷയ്ക്ക് നല്ലകൂട്ട് കണക്ക് എഴുതിയില്ല. അപ്പം ഇവന് ഭയങ്കര വിഷമം. കൂട്ടുകാരനോട് പറഞ്ഞടാ, ഒരു രക്ഷയില്ലടാ, ആ സാറാണെങ്കിൽ എന്നെ തോൽപ്പിക്കുകയും ചെയ്യും, ഞാൻ ഒന്നും എഴുതിയിട്ടില്ലടാ, എന്തോ ചെയ്യും, ജയിക്കാൻ പോലുമുള്ള മാർക്കില്ലടാ എന്ന് പറഞ്ഞപ്പോഴത്തേനും കൂട്ടുകാരൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ ആ സാറിനൊരു ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് സാറിനെ പോയി കാണ് എന്ന്. അപ്പം ഈ പുള്ളി വിചാരിച്ച്, എന്തുവാടാ സാറിനെ നമ്മൾ മേടിച്ചോണ്ട് കൊടുക്കുന്നത്? അത് കുഴപ്പമില്ല, ഞാൻ വരുന്നില്ല, നീ ഒറ്റയ്ക്ക് പോയി സാറിനെ പോയി കണ്ടിട്ട് പറയണം, സാറേ എനിക്ക് പനിയായിരുന്നു, തലവേദനയൊക്കെ ആയിട്ട് ഒട്ടും പഠിക്കാൻ പറ്റിയില്ല, തലേ ദിവസം അതുകൊണ്ട് നല്ലോട്ട് എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നീ ഇച്ചിരി സെൻറ്റിയൊക്കെ അടിച്ച് പറഞ്ഞാൽ പുള്ളി മനസ്സിലുള്ളവനാണ്, ചിലപ്പോൾ ജയിപ്പിക്കും. അപ്പം ഇവർക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്തോ മേടിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞടാ, പുള്ളിക്കാരൻ ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഈ പുള്ളിക്കാരൻ പോയി 2 ഉണക്കമീനൊക്കെ മേടിച്ച് പൊതിഞ്ഞ് നമ്മുടെ ഈ സാറിനെ കാണാൻ ചെന്നു. സാറിനെ കാണാൻ ചെന്നപ്പോൾ സാറിങ്ങനെ ഒരു ചാരുകസേര കാലൊക്കെ പൊക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുക. ചോദിച്ചു, എന്താടാ? അല്ല സാറേ, ഞാൻ ഇതുവഴി പോയപ്പം ഇപ്പം പറഞ്ഞില്ല, ഞാൻ സാറിനെ കാണാൻ പറ്റും. നീ എന്തിനാ എന്നെ കാണാൻ വരുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, സാറേ ഇത് കൂട്ടായിരുന്നു, ഒന്നും എഴുതാൻ പറ്റിയില്ല സാറേ, തലവേദനയായിരുന്നു, പനിയായിരുന്നു, അതുകൊണ്ട് അപ്പം സാറ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു, സാറേ എങ്കിൽ ഞാൻ പോവാ, ഇത് സാറിന് വേണ്ടി ഞാൻ കൊണ്ടുവന്ന എന്നും പറഞ്ഞ് ഈ ഉണക്കമീൻ കൊടുത്തു. സാർ അതെടുത്ത് അവനെ ഒരു ഏറെറിഞ്ഞെന്നാണ് കേൾക്കുന്നത്. കാര്യം പുള്ളി പട്ടരായിരുന്നു. അയ്യോ. കാര്യം കൂട്ടുകാരൻ കണ്ടിട്ടുള്ളത് ഈ പുള്ളി പുകയില്ല പൊതിഞ്ഞുകൊണ്ട് പോകുന്നതാണ്. പുകയില പൊതിഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടിട്ട് എന്തുവാണെന്ന് തോന്നി, ഉണക്കമീനാണെന്ന് അവൻ്റെ കൂട്ടുകാരനെ വന്നു. അപ്പം ഇങ്ങനെ നമ്മുടെയും കാര്യം, നമുക്കങ്ങ് തോന്നും. ഈ തോന്നിയിട്ട് നമ്മളെന്തോ ചെയ്യും, അങ്ങ് ചെയ്യും. പിന്നെ ദൈവത്തിൻ്റെ മഹാകരുണമുണ്ട്.
കൃപ കൊണ്ട് ദൈവം എന്തോ എന്നില്ല. എന്നെ കേൾക്കുന്നവരെ നമുക്ക് പ്രാർത്ഥിച്ചു. ഇവിടെ ദൈവ ഭക്തന്മാരുടെ തലമുറകളാണ് അവർ. 3-ാം തലമുറയായുള്ളൂ. അവർക്ക് ഐഡിയകളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഇപ്പം അവർ ചെയ്യുന്ന കാര്യം ദൈവത്തെ വിട്ട് ദൈവഹിതമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കുക. ദൈവവചനത്തിൽ ഒരുപാട് വാക്യങ്ങളുണ്ട്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. ദൈവം എതിർക്കും. ഇവിടെ പറയുക, ഇത് മനസ്സിലാക്കിയ ദൈവജനം തന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് കണ്ടപ്പം ദൈവം പറഞ്ഞപ്പോൾ മോശ പറയാം, ദൈവമേ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം, നിന്നെ ഞാനൊന്ന് അറിയട്ടെ. ദൈവം പണിയുന്ന ഭവനം, പണിയാത്ത ഭവൻ ദൈവം തൻ്റെ മക്കൾക്ക് ഉറക്കത്തിൽ കൊടുക്കും. എനിക്ക് ഒരു ഐപാഡ് ഉണ്ടായിരുന്നു. ഞാനങ്ങനെ സാധനങ്ങൾക്കൊന്നും ക്രേസി ആയിട്ടുള്ള ആളൊന്നും അല്ല. അങ്ങനെ ഹൈഫൈ സാധനങ്ങളൊന്നും വലുതായിട്ട് ഉപയോഗിക്കുന്ന ആളുമല്ല. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് TV ഇല്ലായിരുന്നു. ഇപ്പോൾ ഉണ്ട്. അതും അങ്ങനെ പ്രവർത്തിക്കാറൊന്നുമില്ല. മൺഡേ ടു ഫ്രൈഡേ പിള്ളേർ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അത് ഇതാക്കാറില്ല, ഓൺ ചെയ്യാറില്ല. ആ വീട്ടിലെ ഒരു നിയമമാണ്, തിങ്കൾ തൊട്ട് വെള്ളിയാഴ്ച വരെ TV ഇല്ല. പിന്നെ അപ്പം നിങ്ങൾ വിചാരിക്കുക ശനിയാഴ്ച തൊട്ടിമാർ കാണുമെന്ന്. ഇവിടെ കാണാൻ കാര്യം ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകും. പിന്നെ ഞായറാഴ്ച വൈകുന്നേരം വരുന്നത്. അതുകൊണ്ട് ആ TV കുറേ നാളായിട്ട് അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ഐപാഡ് ഉണ്ട്. അതിൻ്റെ അകത്താണ് ഞാൻ പൊതുവെ രാവിലെ എണ്ണീറ്റിരുന്ന് ബൈബിള് വായിക്കുന്നത്. മെസ്സേജുകളൊക്കെ പെട്ടെന്ന് അണ്ടർലൈനൊക്കെ ചെയ്തിടാൻ ഭയങ്കര ഇതായിരുന്നു. ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് പെട്ടെന്ന് അത് നല്ല പഴക്കമുള്ള, ഞാൻ മേടിച്ചതല്ല, എൻ്റെ കുഞ്ഞിന്, എൻ്റെ മൂത്ത മോന് എൻ്റെ ഒരു കൂട്ടുകാരൻ 8 വർഷത്തിന് മുമ്പ് 9 വർഷത്തിന് മുമ്പ് 8-9 വർഷത്തിന് മുമ്പ് ഗിഫ്റ്റ് കൊടുത്തതാണ്. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ഇവിടെ TV ഇല്ലാത്തത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ TV മേടിക്കുന്നില്ല. എന്താ? എങ്കിൽ ഇരുന്നോട്ടെന്നും പറഞ്ഞ്, കൊച്ചിനെന്നും പറഞ്ഞ് ആ പുള്ളിക്കാരൻ തന്ന സംഭവം. പക്ഷെ ഞാനതെടുത്ത് എൻ്റെ അകത്ത് ബൈബിളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വായിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈമാർ എൻ്റെ അകത്ത് നിന്ന് ഗെയിം കളിക്കും. അപ്പോൾ കഴിഞ്ഞ അങ്ങേ ആഴ്ചയായപ്പോഴത്തേനും അതങ്ങ് എന്താണെന്നറിയത്തില്ല, കുറേ നാളായിട്ട് അതിൻ്റെ അകത്ത് സൂമോ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതങ്ങ് ഇതായി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ചാർജ് ചെയ്യാൻ വയ്ക്കുമ്പോൾ അത് അനങ്ങുന്നില്ല. ഞാനങ്ങനെ ഷോപ്പിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു, സാറേ ഇത് പോയി, ഇത് എന്തോ വർക്കാവുന്നില്ല. എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. എൻ്റെ വിഷമം തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ, ചില സമയങ്ങളിലൊക്കെ ഞാൻ ട്രാവലിലാണെങ്കിൽ, ഇപ്പം ഞാൻ ലാപ്ടോപ്പിലാണ് ഇരിക്കുന്നത്. ഈ ഐപാഡ് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതിൻ്റെ നല്ല ക്യാമറ ആണ്, നല്ല സൗണ്ടാണ്. അതുകൊണ്ട് അത് യൂസ് ചെയ്യും. ഞാൻ ചില സമയത്ത് വണ്ടിക്കകത്തിരുന്ന് തന്നെ മെസ്സേജുകൾ കൊടുക്കും, ക്ലാസ്സുകൾ എടുക്കും. അപ്പോൾ അതിനെന്നെ വളരെയേറെ സഹായിച്ചുകൊണ്ടിരുന്നതാണ് ഈ ഐപാഡ്. അപ്പോൾ അതിങ്ങനെ പോയല്ലോ എന്നൊക്കെ എനിക്കിങ്ങനെ ഒരു വിഷമം വന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഞങ്ങളുടെ പ്രയറിന് പോയി. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സമയത്തായിരുന്നു ഞാൻ പോയത്. പക്ഷെ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് നമ്മുടെ ഒരു സഹോദരൻ പറഞ്ഞു, മാസ്റ്റർ എന്തുവല്ല നിങ്ങൾക്കൊരു സംഭവം വേണമല്ലോ, നമുക്ക് ഒരെണ്ണം പോയി നോക്കാം. ഞാൻ പറഞ്ഞു, വേണ്ട ബ്രദറെ, ഇപ്പം നമ്മളെ കൊണ്ട് അതിനൊന്നും താങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ ഒരു സഹോദരന്മാരുടെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ട ഒരു പുള്ളി ഒരു ഫോട്ടോ ഇട്ടേക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ? അല്ല, പാസ്റ്ററിന് വേണ്ടി മേടിച്ചാണോ? അങ്ങനെയെങ്കിൽ ദൈവകൃപയാൽ ഞാനത് കണ്ടില്ലെങ്കിലും എനിക്കൊരെണ്ണം കിട്ടി. ഈ വീക്കെൻഡ് ആകുമ്പോഴത്തേന് അത് കിട്ടും. ഞാനത് പറഞ്ഞു വന്നത്, നമ്മുടെ അധ്വാനമോ നമ്മുടെ ഇതോ ഒന്നുമല്ല. ദൈവം വിചാരിച്ച തരാൻ പറ്റും. ഞാനീ പറഞ്ഞത് കൂടി വന്നാൽ ഒരു 10-35,000 രൂപയുടെ കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ വലുത് ദൈവത്തിന് ചെയ്യാൻ കഴിയും കേട്ടോ. ഞാൻ പലപ്പോഴും എൻ്റെ അനുഭവം പറയുമ്പോൾ അത് ഞാൻ എന്നെ തന്നെ ബൂസ്റ്റ് ചെയ്യുവാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഐ ഹംബിൾ മൈസെൽഫ്. ഞാൻ എപ്പോഴും എന്നെ ദൈവകരങ്ങളിൽ
താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവമേ, നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. ദൈവത്തിൻ്റെ വഴിയും നമ്മൾ നടക്കുകയാണെങ്കിൽ ദൈവം വഴികളും വാതിലുകളും ഒക്കെ തുറന്നു തരും, ഒക്കെ തുറന്നു തരും. അപ്പം നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ഈ ഒരു ഐപാഡ് മേടിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടായിരുന്നോ? അതിന് പിന്നിലൊരു കാരണമുണ്ട്. ഞാനൊരിക്കൽ കഴിഞ്ഞ ഡിസംബർ അവസാനം ആകുമ്പോഴത്തേന് പുതിയൊരെണ്ണം മേടിക്കണമെന്ന് വിചാരിച്ച് കാശൊക്കെ ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചു. കാശൊക്കെ ഇങ്ങനെ സ്വരൂപിച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ സ്നേഹിതനായിട്ടുള്ളൊരു ദേവദാസൻ, അപ്പം ഞാൻ അദ്ദേഹമായിട്ട് ഇങ്ങനെ പേഴ്സണലി സംസാരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉപവാസം ഇരിക്കാം. അപ്പം ഞാൻ സാധാരണ ഒരാളോട് ഞാനങ്ങനെ ചോദിക്കത്തില്ല എന്തിനാ ഉപവാസം ഇരിക്കുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നല്ല കാര്യം. അപ്പോൾ ഈ പുള്ളിക്കാരൻ നമ്മളെ പ്രസംഗിക്കാൻ വിളിക്കും ഉപവാസം ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്തുവാ വിഷയം എന്തുവാ? പ്രത്യേകിച്ചൊന്നുമില്ല ദേവദാസൻ. ഞാൻ പറഞ്ഞു, അല്ലല്ലോ, ഉപവാസം ഇരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയം കാണുമല്ലോ, അല്ലാതെ ദേശത്തിന് ഉണർവിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യമായിരിക്കുമല്ലോ നമ്മൾ. ഇപ്പോൾ പുള്ളി പറഞ്ഞ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ട്, റെൻ്റ് കൊടുത്തിട്ടില്ല, പിള്ളേരുടെ കുഞ്ഞുങ്ങളുടെ ഫീസ് അടച്ചിട്ടില്ല. അപ്പം ഞാനും അദ്ദേഹത്തോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന്. അപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം ചോദിച്ചത്. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചെറിയൊരു ഇത് വന്നു. അപ്പം ഞങ്ങൾ സ്നേഹിതന്മാരാണെങ്കിലും എൻ്റെ അക്കൗണ്ട് നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് അക്കൗണ്ട് നമ്പർ ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, എന്തിനാ ഇപ്പോൾ അക്കൗണ്ട് നമ്പറൊക്കെ ചോദിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, അതൊന്നുമില്ല, കുഴപ്പമില്ല, തന്നേക്ക് എന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ട് ഞാൻ ഈ ഐപാഡ് മേടിക്കാൻ വേണ്ടി പകുതി കാശ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഡിസംബർ ആകുമ്പോൾ പ്രൊമോഷൻ വരുമല്ലോ, അപ്പം മേടിക്കാമെന്നും പറഞ്ഞ് വെച്ചിരുന്ന കാശ് ഞാൻ അദ്ദേഹത്തിന് അങ്ങ് അയച്ചു കൊടുത്തു. ഇത് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇപ്പം നിങ്ങൾക്ക് ഈ കാശൊക്കെ എവിടെ നിന്ന് കിട്ടി? അപ്പം ഞാൻ പറഞ്ഞത്, ദേവദാസനെ, ഞാനിങ്ങനെ എനിക്ക് കിട്ടുന്നതിന് എന്ത് ചെയ്യുക, സ്വരൂപിച്ച് വെച്ച് ഒരെണ്ണം മേടിക്കാൻ വേണ്ടി വെച്ചാൽ പുള്ളിക്ക് ഭയങ്കര വിഷമമായി. പുള്ളി പറഞ്ഞു, അയ്യോ അത് വേണ്ടായിരുന്നു, നിങ്ങൾക്കിത് ആവശ്യമുള്ള സംഭവമില്ല, നിങ്ങളെന്തോ ഇങ്ങനെ ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞല്ല, ഇരുന്നോട്ടെ. അപ്പം പുള്ളി പറഞ്ഞു, ദൈവം വേറെ തരും. ഞാൻ പറഞ്ഞു, അതെനിക്ക് ഉറപ്പാ, ദൈവം തരും എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിക്കും ഉറക്കത്തിൽ കൊടുത്തതിൻ്റെ പിന്നിലുള്ള ചരിത്രം കണ്ടോ? കാര്യം ആ പകുതി കാശ് കൊണ്ട് എനിക്ക് മേടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിനേക്കാൾ ഇനി അത് തുടർന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉണ്ട്. അപ്പം ഞാൻ ഇത് അയക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ആവുന്നില്ല. എൻ്റെ അപ്പം അന്ന് ഐപാഡ് വർക്കാവുന്നുണ്ട്, ഐപാഡിൻ്റെ അകത്ത് കാര്യങ്ങൾ സൂമോ കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ആവുന്നില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോൻ, അവന് ഈ കാര്യങ്ങളിലൊക്കെ ഇച്ചിരി കഴിവുള്ളവനാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എടാ ഇതുകൂട്ട് അപ്ഡേറ്റ് ആവുന്നില്ല, നീ എങ്ങനെയും ഇതൊന്ന് അപ്ഡേറ്റ് ആക്കി തരാനുള്ള പരിപാടി. അപ്പോൾ അവൻ കുറേ യൂട്യൂബ് സംഭവങ്ങളൊക്കെ അയച്ചു കിട്ടും, പറഞ്ഞു ഇങ്ങനെ ചെയ്യും. അപ്പം ഞാനതൊക്കെ ചെയ്ത് നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. ഏറ്റവും ലാസ്റ്റ് സഖിയായിട്ടിട്ട് അവൻ പറഞ്ഞു, എത്ര രൂപ ഉണ്ട് കൈ? അപ്പം ഞാൻ പറഞ്ഞടാ പകുതി കാശുണ്ട്, ഒരെണ്ണം മേടിക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ അവൻ പറഞ്ഞു, എങ്കിൽ പകുതി ഞാൻ തരാം. അപ്പം ഞാൻ ചോദിച്ചു, നിനക്കെങ്ങനെ കാശ് കിട്ടി? അപ്പോൾ അവൻ UK അല്ല. അവൻ പറയുന്നു, ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ജോലി ചെയ്യണം, അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടിയതിൻ്റെ സാലറി ഉണ്ട്. അപ്പോൾ അത് കുറച്ച് എൻ്റെ മാതാവിന്, അതുകൊണ്ട് അവൻ്റെ അമ്മയുടെ മമ്മിക്ക്, അങ്ങനെയൊക്കെ അവൻ എല്ലാവർക്കും ഇച്ചിരി കൊടുത്തു. എന്നോട് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇച്ചിരി എൻ്റെ അടുക്കുണ്ട്, ഞാനത് ആലുവാപ്പിക്ക് തരാം, അതെൻ്റെ വലിയൊരു ആഗ്രഹം. ഞാൻ പറഞ്ഞു, മോനെ വേണ്ട. അപ്പോൾ അവൻ ചോദിച്ചു, എന്താ? ഞാൻ പറഞ്ഞു, വേണ്ടടാ, ദൈവം തരും. കാര്യം ഓൾറെഡി മറ്റേ പകുതി ഞാൻ അങ്ങോട്ട് കൊടുത്തു, അന്നേരം അവന് ഈ പകുതി നമുക്ക് കിട്ടും. ഇനി അതും കിട്ടിയിട്ട് കാര്യമില്ല, ഇതും കിട്ടിയിട്ട് കാര്യമില്ല. അത് കേട്ടിട്ട് ഞാൻ ആലോചിച്ചു, ദൈവമേ, എടുത്ത തീരുമാനം. നമ്മുടെ നാട്ടിൽ പറയുന്നോട്ട് കയ്യിലിരിക്കുന്ന പോവുകയും ചെയ്തു, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ലല്ലോ എന്നുള്ള അവസ്ഥ പോയല്ലോ എന്ന് ഞാൻ ആലോചിച്ച്. അമ്മേൻ, ഹല്ലേലൂയ. പക്ഷെ ദൈവം വഴിയൊരുക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ടായിരുന്നു. ഞാനിന്ന് തുടങ്ങിയ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞു വന്നത്. മോശയുടെ കാര്യത്തിലേക്കൊക്കെ നമ്മൾ പോയി. എന്നെ കേൾക്കുന്നവരെ, നമുക്ക് ആ മോശയുടെ കാര്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് നിർത്താം. 33 അധ്യായമാണല്ലോ ആ വാക്യം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. 33:13 അല്ലേ? ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ.
നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി ഉം. നിന്റെ ജനമെന്ന് ഓർക്കണമേ. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളിച്ചെയ്തു. മതി മതി, ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് നിർത്താൻ പോവാം. അവിടെ ഒരു വലിയൊരു മർമ്മം ഒളിഞ്ഞടപ്പുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുക, കർത്താവേ നിന്റെ വഴി എന്നെ എന്ത് ചെയ്യണം? അറിയിക്കണം. അറിയിക്കാം. നിന്റെ കൃപ തോന്നി എനിക്ക് നിന്നെ കൂടുതൽ അറിയാൻ നീ എന്ത് ചെയ്യണം? സഹായിക്കണം. അങ്ങനെ വായിച്ചപ്പോൾ ദൈവം പറയണം, എൻ്റെ സാന്നിധ്യം എന്ന് വെച്ചാൽ ഞാൻ എന്തോ ചെയ്യും? നിന്നോടുകൂടെ നിന്നോടുകൂടെ പോരും. പോരും. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ കേട്ടെ. എന്റെ എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. എന്നിട്ട് അടുത്ത വാക്ക് പറയുന്നത് എന്തോന്നറിയോ? ഞാൻ 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 നിനക്ക് സ്വസ്ഥത നൽകും. സ്വസ്ഥത നൽകും. I'll give you എന്ന് rest. I'll give you rest. ആമേൻ. കണ്ടോ? നേരത്തെ കണ്ടോ? നമ്മൾ വായിച്ച 127 വായിച്ചു, അതിരാവിലെ എണ്ണീക്കുന്നു, നന്നാ ആമേൻ. താമസിച്ചു വന്നു, ഒരു റെസ്റ്റും ഇല്ലെന്നാ പറയുന്നത്. അല്പം പോയി കടന്നു അധ്വാനിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു എന്നൊക്കെയാ പറയുന്നത്, പത്രോസിന്റെ ഭാഷ പറഞ്ഞ. പക്ഷെ ദൈവം ഇന്ന് രാത്രി നമ്മളോട് പറയുക, എൻ്റെ വഴി അറിയാൻ നീ തീരുമാനിച്ചാൽ, Yes. എന്റെ ദൈവമേ, എന്നെ ഒന്നറിയാൻ നീ തീരുമാനിച്ച, യേശുവേ. Praise ഞാൻ നിന്നോട് Lord. കൂടെ പറഞ്ഞു, ഹല്ലേലൂയ. ഞാൻ നിനക്ക് സ്തോത്രം. സ്വസ്ഥത നൽകുമെന്ന്. സ്തോത്രം. ഞാൻ നിനക്ക് Yes. സ്വസ്ഥത നൽകും. കണ്ടോ? Amen. ദൈവിക സാന്നിധ്യം ഇല്ലാതെ പണിതവർ സ്വസ്ഥതയില്ലാതെ അടിച്ചു പിരിഞ്ഞ് ഉം. കലങ്ങിപ്പോയപ്പോൾ യേശുവേ, ഇവിടെ ദൈവം പറയുക, ഞാൻ ഉം. നിനക്ക് സ്വസ്ഥത തരും, ആമേൻ. ഞാൻ നിനക്ക് സ്വസ്ഥത തരും. ഇന്ന് വൽക്കാലം അല്പസമയം കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? നമ്മുടെ കുടുംബത്തെ നമുക്കൊന്ന് ശോധന ചെയ്യാം, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഇന്ന് വൽക്കാലം ദൈവത്തോടൊന്ന് പറയാം, കർത്താവേ അങ്ങയുടെ Praise. ഹിതമല്ലാതെ ഞാൻ പല കാര്യങ്ങളും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. Amen. പല കോട്ടകളും പല ഗോപുരങ്ങളും എൻ്റെ ഹൃദയത്തിൽ ഞാൻ പണിതിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ആശകളായിട്ട് അങ്ങനെ നിന്ന് പൊങ്ങിപ്പോകുന്നതിനേക്കാൾ ഉപരി Praise God. എനിക്കിന്ന് വേണ്ടത് അങ്ങയുടെ സാന്നിധ്യമോ. ഒരുപക്ഷെ ആമേൻ. ദൈവമായാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി ഇതിനെപ്പറ്റി ചിന്തിക്കാം. ഹല്ലേലൂയ. Praise Lord. ദൈവം പറയുകയാണ്, ഓ അവർ ഒന്ന്, അവരുടെ ഭാഷയൊന്ന്, അവർ ചെയ്യുന്നതൊന്നും അസാധ്യമാകത്തില്ല. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പലതും അസാധ്യമായിപ്പോയി, പലതും സ്വസ്ഥതയില്ലാതെ ഛിന്ന ഭിന്നമായിപ്പോയി, റിലേഷൻഷിപ്പിൽ അങ്ങനെ ആയിപ്പോയി. അപ്പനും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളും തമ്മിൽ. ഇന്ന് വൽക്കാലം നമുക്ക് ദൈവത്തോടൊന്ന് പറയാം, കർത്താവേ ഞങ്ങൾ അങ്ങിലൂടെ പണിയപ്പെടട്ടെ, അങ്ങയുടെ വഴി ഞങ്ങളെ അറിയിക്കണമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണമേ. കർത്താവെ ഹല്ലേലൂയ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ Praise സമയം Lord. കർത്താവെ റിസ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരികയാണ്. കുടുംബങ്ങളുടെ മേൽ, കുടുംബജീവിതങ്ങളുടെ മേൽ, കർത്താവെ സഹോദരന്മാരുടെ മേൽ, സഹോദരിമാരുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, കർത്താവെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, കർത്താവെ മാതാപിതാക്കളുടെ ബന്ധത്തിൽ, കർത്താവെ തകർന്നിരിക്കുന്ന ഹാലൂയ കർത്താവെ ഒരു വീട്ടിൽ താമസിക്കുന്നെങ്കിലും കർത്താവെ ഒരേ ഭവനത്തിന്റെ കീഴിൽ മേൽക്കൂരയ്ക്ക് കീഴിലാണെങ്കിലും കർത്താവെ ബാബേലിനെ പോലെ പറയുന്നത് മനസ്സിലാക്കാതെ വണ്ണം കർത്താവെ ചിതറിയിരിക്കുന്ന അവസ്ഥകൾ കർത്താവെ ഇന്ന് രാത്രികാലം കർത്താവ് ദൈവിക സാന്നിധ്യം ഇറങ്ങി വരേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവ്, അങ്ങ് പണിയണമേ, അങ്ങയുടെ ഹിതപ്രകാരം പണിയണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹിതമല്ല. ഓ ഉടരവരികനവന ഹതുനഗരസ്തകരെ പൗഡൽ കനക റിഗന കർത്താവെ, ദൈവോചനത്തിന്റെ ശക്തി കർത്താവ് ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കട്ടെ. കർത്താവെ ഇന്ന് ഈ കേട്ട വ്യക്തികൾ കർത്താവെ, ഇനി നാളെ കർത്താവെ ഇതിന്റെ റെക്കോർഡിംഗ് കേൾക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളുടെ മേൽ അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, വചനം അയച്ചവരെ വിടുവിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനത്തിന്റെ ശക്തി കർത്താവെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഏത് വിഷയത്തിന്റെ മേൽ ഭാരപ്പെടുന്നോ കർത്താവെ, തലമുറകളുടെ മേൽ ഭാരപ്പെടുന്നോ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ മേൽ ഭാരപ്പെടുന്നോ കർത്താവെ, ഹല്ലേലൂയ, എന്താണെന്ന് അടിയനറിയത്തില്ലെങ്കിലും ഒന്നെനിക്കറിയാം, ഇന്ന് സംസാരിച്ച ദൈവത്തിന്റെ വചനം കർത്താവെ അത് ഞങ്ങളെ പണിയട്ടെ. വെറുതെ പണിയുകയല്ല കർത്താവെ, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഹല്ലേലൂയ മറ്റുള്ളവർക്ക് മാതൃകയാകത്തക്കവണ്ണം കുടുംബങ്ങളെ പണിയുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വരട്ടെ. ദൈവിക സാന്നിധ്യം
ഉടറബറിഗനവന ഹതുനഗരസ്തകരെ പൗഡൽ കനകാരിഗന രതുനഗ രാജഗര ഉടകരംദനരഗനം ഉടവാന രീഗന രാജഗര ഉടകരംദന രഗനഗരസ്തെ. കർത്താവെ ഞങ്ങളുടെ സാന്നിധ്യം ഇറങ്ങിപ്പോകണമേ, ഞങ്ങളുടെ സാന്നിധ്യം പണിയണമേ, ഞങ്ങളുടെ സാന്നിധ്യം. ഓ ഹാലലൂയ കർത്താവെ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഞാൻ നിനക്ക് കർത്താവെ ഹാലലൂയ റെസ്റ്റ് നൽകുമെന്ന് അങ്ങയുടെ വാഗ്ദത്തമാണല്ലോ. സ്വസ്ഥത നൽകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവെ ഇന്നു മുതൽ കുടുംബങ്ങളിൽ സ്വസ്ഥത അനുഭവിച്ചു തുടങ്ങട്ടെ. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. എല്ലാ ദുഷ്ടന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഹാലലൂയ കർത്താവെ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി, ബന്ധങ്ങൾ കർത്താവെ യേശുവിന്റെ നാമത്തിൽ ദൃഢമാകട്ടെ. കർത്താവ് നാളുകളിൽ ചെയ്ത പ്രവൃത്തികളൊക്കെ കർത്താവെ തരിപ്പണമായി പോയി, ഛിന്നഭിന്നമായി പോയി. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തോടു കൂടെ എൻ്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ സാധിപ്പിച്ചു തരുമെന്ന് നെഹമ്യാവ് പറഞ്ഞതുപോലെ കർത്താവെ ഒരു 52 ദിവസം കൊണ്ട് കർത്താവെ യെരൂശലേമിന്റെ മതിൽ കർത്താവെ ദേവാലയം അവർക്ക് പണിയുവാൻ കഴിഞ്ഞെങ്കിൽ കർത്താവെ അങ്ങയോട് ചേർന്ന് നിന്നാൽ കർത്താവെ അങ്ങ് പണിയുന്നവരാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളല്ല, യഹോവ ഞങ്ങൾക്ക് വേണ്ടി പണിയണമേ, യഹോവ ഞങ്ങൾക്ക് വേണ്ടി പണിയണമേ കർത്താവ്. ഓ ഹാലലൂയ ഹാലലൂയ. ദൈവത്തിന്റെ മന്ദിരമാകുന്ന ഞങ്ങളെ അങ്ങ് പണിയണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് പണിയണമേ, ഞങ്ങളുടെ തലമുറകളെ അങ്ങ് പണിയണമേ. ഹാലലൂയ. ഞങ്ങളുടെ സഭയെ അങ്ങ് പണിയണമേ, ഞങ്ങളുടെ ദേശത്തെ അങ്ങ് പണിയണമേ കർത്താവ്. ഓ എല്ലാ കൺഫ്യൂഷനുകൾക്കും ഒരു അന്ത്യം ഉണ്ടാകട്ടെ കർത്താവ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി ഹാലലൂയ കർത്താവെ, ഞങ്ങളുടെ ഭാവിയെ കുറിച്ച്, ഞങ്ങളുടെ നാളുകളെ കുറിച്ച് എന്തെന്നറിയാതിരിക്കുന്ന അവസ്ഥകൾ കർത്താവെ ഹാലലൂയ ഹാലലൂയ, അതിനൊക്കെ ഒരു ആരതി വരട്ടെ കർത്താവ്. യെസ് 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 യെസ്. കർത്താവ് ദൈവത്തെ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. വരും ദിവസങ്ങളിൽ അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിലും ഇന്നലകളും ചെയ്ത ദൈവമേ, ഈ കേൾക്കുന്ന ദൈവജനത്തിന് വേണ്ടി അങ്ങ് ചെയ്യും. ഞങ്ങളുടെ വചനത്തിന്റെ പ്രവൃത്തി ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കും. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ദൈവമായാൽ അടുത്ത ആഴ്ച ബാക്കി നമുക്ക് ചിന്തിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നന്ദി. സീ യു ഓൾ നെക്സ്റ്റ് വീക്ക്. താങ്ക് യു വെരി മച്ച്.